ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീ സക്സസ് കോഡ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും പുതിയ അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചാണ്. കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു വിഷയമാണ് ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ്. നാഷണൽ ലെവലിൽ നടന്ന അപ്പോയിൻമെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് അപ്പോയിൻമെൻറ്റ്സ് ഇൻ്റർനാഷണൽ ലെവലിലും അതുപോലെ തന്നെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും എല്ലാം നടന്ന അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ലെവലിൽ നടന്ന ഏറ്റവും പുതിയ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ VEO, അതേപോലെ തന്നെ മറ്റ് എക്സാമുകൾ SSC, റെയിൽവേ പോലുള്ള എക്സാമുകൾക്കെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ആളുകളുടെ പേരും അവർ ഏത് പൊസിഷനിലോട്ടാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത് എന്നും ഓരോന്നോരോന്നായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ആദ്യത്തേതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. സുധീർ ഭാർഗവ. സുധീർ ഭാർഗവയാണ് ഇന്ത്യയുടെ 9ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി അപ്പോയിൻ്റ് ചെയ്ത വ്യക്തി. ഇന്ത്യയുടെ 9ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് സുധീർ ഭാർഗവ. അതുപോലെ തന്നെ സുനിൽ അറോറ. സുനിൽ അറോറ 23ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. സുധീർ ഭാർഗവ 9ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു. സുനിൽ അറോറ 23ാമത് 23rd ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ രഞ്ജൻ ഗൊഗോയ് നമുക്കറിയാം 46ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 46ാമത്തെ ചീഫ് ജസ്റ്റിസാണ് രഞ്ജൻ ഗൊഗോയ്. മറ്റൊരു പേര് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ. അപ്പോൾ 4 പേരുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. സുധീർ ഭാർഗവ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, സുനിൽ അറോറ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, രഞ്ജൻ ഗൊഗോയ് 46 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം അല്ലെങ്കിൽ K. സുബ്രഹ്മണ്യം ചീഫ് എക്കണോമിക് അഡ്വൈസർ. ഇനി നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പാണ് 5 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇവിടെയെല്ലാം പുതിയ ചീഫ് മിനിസ്റ്റേഴ്സാണ് വന്നത്. ആ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. കമൽനാഥ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശാണ് കമൽനാഥ്. ചീഫ് മിനിസ്റ്റർ ഓഫ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു. ചീഫ് മിനിസ്റ്റർ ഓഫ് രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. CM ഓഫ് ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ. ചീഫ് മിനിസ്റ്റർ ഓഫ് മിസോറാം സെറോം താങ്കയാണ് മിസോറാമിൻ്റെ മുഖ്യമന്ത്രി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ്, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ, മിസോറാമിൻ്റെ മുഖ്യമന്ത്രി സോറാം താങ്ക. ഇത്രയാണ് പുതുതായി വന്ന ഏറ്റവും ലേറ്റസ്റ്റായി വന്ന മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് സുധീർ ഭാർഗവ 9ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, സുനിൽ അറോറ 23ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, രഞ്ജൻ ഗൊഗോയ് 46ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം ചീഫ് എക്കണോമിക് അഡ്വൈസർ, കമൽനാഥ് മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ, ചന്ദ്രശേഖർ റാവു തെലങ്കാന ചീഫ് മിനിസ്റ്റർ, അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ, ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ, സോറാം താങ്ക മിസോറാം ചീഫ് മിനിസ്റ്റർ. ഇനി ഇന്ത്യയിൽ നടന്ന മറ്റ് ചില പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പേരാണ് പ്രിയാങ്ക് കനോൻഗോ. പ്രിയങ്ക കനോൻഗോയാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിൻ്റെ ചെയർമാനായി ഇതൊരു കമ്മീഷനാണ്. ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കമ്മീഷനാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് പ്രിയങ്ക കനോൻഗോ. മറ്റൊരാൾ തുഷാർ മെഹ്തയാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായിട്ട് അപ്പോയിൻ്റ് ചെയ്ത വ്യക്തി. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായ വ്യക്തി തുഷാർ മെഹ്ത അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇൻ സുപ്രീം കോർട്ട് ആയി നിയമിതയായ വനിതയാണ് മാധവി ദിവാനാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലായി അപ്പോയിൻ്റ് ചെയ്ത
വനിത. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. മാധവി ദിവാനാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. മറ്റൊരാളാണ് രംഗചാരി ശ്രീധരൻ. രംഗചാരി ശ്രീധരനാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഏജൻസിയുടെ ഹെഡായി നിയമിതനായ വ്യക്തി. രംഗചാരി ശ്രീധരനാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഏജൻസിയുടെ ഹെഡായി നിയമിതനായ വ്യക്തി. പ്രിയങ്കോ കണ്ണൻഗോ ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. മാധവി ദിവാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് സുപ്രീം കോർട്ട്. രംഗചാരി ശ്രീധരൻ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഏജൻസിയുടെ ഹെഡായി നിയമിതനായ വ്യക്തി. ഇനി ഇന്ത്യയിലെ ചില പാരാമിലിറ്ററി ഫോഴ്സസും അതിൻ്റെ ഹെഡും അടുത്തിടെ ചേഞ്ച് ചെയ്യുകയുണ്ടായി. അതിലെ 3 പേരെ കുറിച്ച് നമുക്ക് നോക്കാം. അതിലാദ്യത്തെ പേരാണ് രജനികാന്ത് മിശ്ര. രജനികാന്ത് മിശ്ര സശസ്ത്ര സീമാബലിൻ്റെ ഹെഡായിരുന്നു, ഡയറക്ടർ ജനറലായിരുന്നു. അദ്ദേഹം BSFന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലായി ഈ അടുത്തിടെ നിയമിതനായി. രജനികാന്ത് മിശ്ര ഡയറക്ടർ ജനറൽ ഓഫ് BSF. അതുപോലെ തന്നെ SS ദസ്വാളാണ് ഡയറക്ടർ ജനറൽ ഓഫ് ITBP, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് SS ദസ്വാളാണ്. മറ്റൊരാൾ സശസ്ത്ര സീമാബലിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് കുമാർ രാജേഷ് ചന്ദ്ര. രജനികാന്ത് മിശ്ര ഡയറക്ടർ ജനറൽ ഓഫ് BSF, SS ദസ്വാൾ ഡയറക്ടർ ജനറൽ ഓഫ് ITBP, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്, കുമാർ രാജേഷ് ചന്ദ്ര ഡയറക്ടർ ജനറൽ ഓഫ് സശസ്ത്ര സീമാബൽ SSB. 3 പേരും കൃത്യമായിട്ട് പഠിക്കുക. മറ്റൊരാൾ സുനിൽ മേത്ത. സുനിൽ മേത്തയാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി. സുനിൽ മേത്തയാണ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അതുപോലെ തന്നെ LK അദ്വാനി. നമുക്കറിയാം BJPയുടെ മുതിർന്ന MP-മാരിൽ ഒരാളാണ് LK അദ്വാനി. അദ്ദേഹമാണ് ചെയർമാൻ ഓഫ് ലോക്സഭ എത്തിക്സ് കമ്മിറ്റി. ലോക്സഭ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് LK അദ്വാനി. ഡയറക്ടർ ജനറൽ ഓഫ് CSIR, ദ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് CSIR. ദ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് CSIR. അതിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് ശേഖർ മാണ്ഡെ. ശേഖർ മാണ്ഡെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് CSIR. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അനിൽകുമാർ ചൗധരി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അനിൽകുമാർ ചൗധരി. ഇനി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ FTII ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ബ്രിജേന്ദ്ര പാൽ സിംഗ്. ബ്രിജേന്ദ്ര പാൽ സിംഗ് ആണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത്. മറ്റൊരാൾ പ്രണബ് കെ ദാസ്. പ്രണബ് കെ ദാസ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി അടുത്തിടെ നിയമിതനായ വ്യക്തി. പ്രണബ് കെ ദാസ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി. ഇനി FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, FICCIയുടെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് സന്ദീപ് സോമനി. സന്ദീപ് സോമനിയാണ് FICCIയുടെ പ്രസിഡന്റായത്. സുനിൽ മേത്ത ചെയർമാൻ ഓഫ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ, LK അദ്വാനി ചെയർമാൻ ഓഫ് ലോക്സഭ എത്തിക്സ് കമ്മിറ്റി, ശേഖർ മാണ്ഡെ ഡയറക്ടർ ജനറൽ ഓഫ് CSIR, അനിൽകുമാർ ചൗധരി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ബ്രിജേന്ദ്ര പാൽ സിംഗ് ചെയർമാൻ ഓഫ് FTII, പ്രണബ് കെ ദാസ് ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, സന്ദീപ് സോമനി പ്രസിഡന്റ് ഓഫ് FICCI. ഇനി മറ്റു ചില ആളുകളെ കൂടി നോക്കാം. രജത് ശർമ്മ. രജത് ശർമ്മയാണ് പ്രസിഡന്റ് ഓഫ് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായത്. ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ NBAയുടെ പ്രസിഡന്റായ ആളാണ് രജത് ശർമ്മ. രജത് ശർമ്മ പ്രസിഡന്റ് ഓഫ് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ. ഈ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായ മലയാളിയായ വ്യക്തിയാണ് MV ശ്രേയംസ് കുമാർ. മുൻ MLA ഒക്കെ ആയിരുന്ന MV ശ്രേയംസ് കുമാറാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ്. മറ്റൊരാൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ N രവി. N രവിയാണ് അടുത്തിടെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത്. മറ്റൊരു മലയാളിയാണ് R മാധവൻ. R മാധവനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HALൻ്റെ ചെയർമാനായി നിയമിതനായത്. R മാധവനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ചെയർമാനായി നിയമിതനായത്. അദ്ദേഹം മലയാളിയാണ്. മറ്റൊരാൾ സഞ്ജയ് കുമാർ മിശ്ര. സഞ്ജയ് കുമാർ മിശ്രയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഹെഡായി ചീഫായി നിയമിതനായ വ്യക്തി. സഞ്ജയ് കുമാർ മിശ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രജത് ശർമ്മ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ് MV ശ്രേയംസ് കുമാർ.
പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എൻ രവി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ HALൻ്റെ ചെയർമാൻ R മാധവൻ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചീഫ് ഹെഡായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട നാഷണൽ ലെവലിൽ അടുത്തിടെ നടന്ന അപ്പോയിൻമെൻറ്റുകൾ.